സാംസങ്ങിൻ്റെ ഭാഗത്തുനിന്ന് സാംസങ് F12 എന്ന് പറയുന്ന പുതിയൊരു ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സാംസങ് F12ൻ്റെ വിശേഷങ്ങളായിട്ടാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. സാംസങ്ങിൻ്റെ F12 എന്ന് പറഞ്ഞ ഫോൺ ഇന്ത്യയിൽ കഴിഞ്ഞ ദിവസമാണ് ലോഞ്ച് ചെയ്തത്. ഇത് സാംസങ്ങിൻ്റെ M12 എന്ന് പറയുന്ന ഫോണിൻ്റെ സെയിം സ്പെസിഫിക്കേഷൻസും പ്രൈസിലും ഒക്കെയാണ് ഈ ഫോൺ വരുന്നത്. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ 6.5 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആയിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഒരു പ്രൈസിൽ നമുക്ക് ഫുൾ HD ഡിസ്പ്ലേ ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ കൂടിയൊരു റിഫ്രഷ് റേറ്റ് ഇതിൽ വരുന്നുണ്ട്. 90 ഹെഡ്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. വാട്ടർ ഡ്രോപ്പ് നോച്ചോട് കൂടിയാണ് ഈ ഫോൺ വരുന്നത്. ഇൻഫിനിറ്റി വി നോച്ച് എന്നാണ് കമ്പനി ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഗൊറില്ല ഗ്ലാസ് 3ൻ്റെ പ്രൊട്ടക്ഷൻ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നുണ്ട്. പവർ ബട്ടണിൽ തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ഫിംഗർ പ്രിൻറ്റ് വരുന്നത്. 221 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. 9.7 mm തിക്നെസ്സും ആണ് വരുന്നത്. അത്യാവശ്യം ഹെവി വെയിറ്റ് ഉള്ള ഒരു ഫോൺ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ 6000 mAh ഒരു പവർഫുൾ ആയിട്ടുള്ളൊരു ബാറ്ററി ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിന് ഇത്തിരി വെയിറ്റ് കൂടാനുള്ള കാരണം. പ്ലാസ്റ്റിക് ബോഡിയാണ്. സ്ക്വയർ ഷേപ്പിലുള്ള ക്യാമറ മൊഡ്യൂൾസാണ് ഫോണിൽ കാണാൻ കഴിയുന്നത്. ഈ ഫോൺ ഇപ്പോൾ 3 കളറിലാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. സെലസ്റ്റിയൽ ബ്ലാക്ക്, സ്കൈ ബ്ലൂ, സീസ് ഗ്രീന്, അങ്ങനത്തെ 3 കളറിലാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൽ വരുന്ന പ്രോസസ്സർ എക്സിനോസിൻ്റെ 850 എന്ന് പറയുന്ന ഒരു പ്രോസസ്സറാണ്. അത്യാവശ്യം ഈ ഒരു പ്രൈസിൽ തരക്കേടില്ലാത്തൊരു പ്രോസസ്സറാണെന്ന് നമുക്ക് ഈ പ്രോസസ്സറിനെ പറയാൻ പറ്റൂ. 2 വേരിയൻ്റാണ് ഈ ഫോണിൽ അവൈലബിൾ ആവുന്നത്. 4GB 64GB വേരിയൻറ്റും 4GB 128GB വേരിയൻറ്റും. LPDDR4Xൻ്റെ റാമും EMFC 5.1ൻ്റെ സ്റ്റോറേജ് ടൈപ്പുമാണ് ഈ ഫോണിൽ കൊടുത്തിട്ടുള്ളത്. ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള മെമ്മറി കാർഡ് സ്ലോട്ട് നമുക്ക് ഈ ഫോണിൽ വരുന്നുണ്ട്. ഈ ഫോണിൽ 1 TB വരെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാനും കഴിയും. ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ട് സപ്പോർട്ട് ഈ ഫോണിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. 3.5 mm ഓഡിയോ ജാക്കും ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് 11 ബേസ് ചെയ്തിട്ടുള്ള One UI 3.1 ആണ് ഈ ഫോണിൽ വരുന്ന സോഫ്റ്റ്വെയർ. അടുത്തായിട്ട് ഇതിൻ്റെ ക്യാമറ വിഭാഗത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിട്ടുള്ളത്. 48 മെഗാപിക്സലിൻ്റെ f2.0 അപ്പർച്ചറിലുള്ള മെയിൻ ക്യാമറയും 5 മെഗാപിക്സലിൻ്റെ f2.2 അപ്പർച്ചറിലുള്ള അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും 2 മെഗാപിക്സലിൻ്റെ f2.4 അപ്പർച്ചറിലുള്ള മാക്രോ ലെൻസും 2 മെഗാപിക്സലിൻ്റെ തന്നെ f2.4 അപ്പർച്ചറിലുള്ള ഡെപ്ത് സെൻസറുമായിട്ടാണ് ഇതിൻ്റെ ക്യാമറ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. 8 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൽ 6000 mAh ബാറ്ററിയും 15 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും Type-C പോർട്ടും ആയിട്ടാണ് ഈ ഫോൺ ഇപ്പം വരുന്നത്. ഈ ഫോണിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ 4GB 64GB വേരിയൻറ്റിന് 10,999 രൂപയും 4GB 128GB വേരിയൻറ്റിന് 11,999 രൂപയാണ് വില വരുന്നത്. ICICI കാർഡിൻ്റെ സപ്പോർട്ടിൽ നിങ്ങൾക്ക് 1000 രൂപയുടെ ഓഫർ വരെ ഈ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും. ഫ്ലിപ്കാർട്ടിലും Samsung.com ഇതിൻ്റെ സെയിൽ ഇപ്പോൾ വരാൻ പോകുന്നത്. M12ഉം F12 ആയിട്ടുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാംസങ്ങിൻ്റെ M12 ആമസോണിൽ കൂടെയാണ് അവർ സെയിൽ ചെയ്യുന്നത്. ഫ്ലിപ്കാർട്ടിലാണ് F12 സെയിൽ ചെയ്യാൻ പോകുന്നത്. ഫ്ലിപ്കാർട്ടിലും അവരുടെ ഇതേ റേഞ്ചിലുള്ള ഫോണുകൾ വരാൻ വേണ്ടിയാണ് സാംസങ് ഇപ്പോൾ F12 ലോഞ്ച് ചെയ്തിരിക്കുന്നത്. സാംസങ്ങിൻ്റെ F12ന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരാരൊക്കെയാണെന്ന് വെച്ചാൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക.